ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് പ്രയർ. ആരാ ഇന്ന് പ്രയർ? ഓക്കെ അഹല്യ. ആരൊക്കെയോ പറഞ്ഞിരുന്നല്ലോ പ്രയർ എന്ന്. ആരായിരുന്നു അത്? പേര് മറന്നുപോയി. പ്രയർ ആരാ? മാം ഹണിയാണ് മാം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ഹണി. Oh God, our Heavenly Father, as we start another day, please guide us and protect us. We as travel on our way. Be with us as we work at study. Be with us as we play. Help us to do our best for you now and every day. Thank you. ഓക്കെ ഓക്കെ ഹണി, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ആർക്കെങ്കിലും പറയാവോ? ചൈൽഡ് വെൽഫെയർ അല്ലേ മാം? ചൈൽഡ് വെൽഫെയർ. എന്തായിരുന്നു? എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ചൈൽഡ് വെൽഫെയറിനെ പറ്റി? അവരുടെ പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. റോൾസ്, ഇൻഫ്ലുവൻസ്, കുട്ടികളെ നോക്കണം, ബാലൻസ് ഡയറ്റ്, റോൾ ഓഫ് ബാലൻസ് ഡയറ്റ്, പിന്നെ അവരെങ്ങനെ ക്രിയേറ്റീവ് ആക്കാം അതിനെ കുറിച്ചും പറഞ്ഞു. വെരി ഗുഡ്. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചൈൽഡ് വെൽഫെയർ ഇൻട്രൊഡക്ഷൻ പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചിൽഡ്രൻ ആൻഡ് ഫാമിലി. ആസ് യൂഷ്വൽ ഇതിൽ നമുക്ക് പുതിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാം, എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ചിൽഡ്രൻ ആൻഡ് ഫാമിലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാം ഒന്നും കൂടി ഒന്ന് പറയാമോ? എന്തോ പറഞ്ഞ കേട്ടില്ലായിരുന്നു. ഓക്കെ 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 ജീവ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചിൽഡ്രൻ ആൻഡ് ഫാമിലി. ഓക്കെ ഓക്കെ മാം. അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദിക്കട്ടെ, ഹൗ ക്യാൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അഫക്ട് എ ചൈൽഡ് ഡെവലപ്മെന്റ്? ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് എങ്ങനെയൊക്കെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഗുഡ് ബിഹേവിയർ. എന്തോ? ഗുഡ് ബിഹേവിയർ. അതെ, ബിഹേവിയർ, ഗുഡ് ബിഹേവിയർ പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. പിന്നെ as we all know, family has an important role in child's welfare. Okay, അപ്പൊ എന്തൊക്കെയാണത്? ഒരു ഫാമിലിക്കുള്ള ഇമ്പോർട്ടന്റ് റോൾ എന്താണ് ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്യുന്നതിൽ? എന്തോ ലിജി? ഗുഡ് ലക്ഷ്മി, ക്യാരക്ടർ ഫോർമേഷൻ. ഓക്കെ ഓക്കെ, ദെൻ ഗുഡ് മാനേഴ്സ്. എന്തോ? ഗുഡ് മാനേഴ്സ്. അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തോളൂ. എവരിത്തിങ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. മോറൽ വാല്യൂസ് പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. നമുക്ക് അറിയാമല്ലേ, നമ്മുടെ ഫസ്റ്റ് എന്താണ് സ്കൂൾ എന്ന് പറയുന്നത്? എന്താണ്? നമ്മൾ ഫാമിലി ആണെന്നാ പറയുന്നത്. ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് അല്ലേ? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമാണെങ്കിൽ പിള്ളേരുടെ മാനേഴ്സ് അതിനനുസരിച്ച് മോശമായിരിക്കും. അതേസമയം നല്ല മാനേഴ്സോടുകൂടി ആണെങ്കിൽ പിള്ളേരും അതുപോലെ തന്നെ നല്ല രീതിയിൽ. ഷാജില, ഈ ക്രൈം ഒക്കെ ചെയ്യുന്ന കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അല്പം മോശമായിരിക്കും എന്നൊക്കെ ഡോക്ടേഴ്സും ഈ പോലീസ് ആൾക്കാരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതെ, കുട്ടികളുടെ ബിഹേവിയർ കണ്ടാൽ അറിയാം അല്ലേ? പെരുമാറ്റം കണ്ടാൽ അറിയാം. പിന്നെ എന്തൊക്കെയാണ്?
ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യണം. വെരി ഗുഡ്. ഹെൽത്തി ഹാബിറ്റ്സ് പഠിക്കുന്നുണ്ട്. പിന്നെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ വേറെ രീതിയിലൊക്കെ തെറ്റിപ്പോകാം. എന്താണ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചിന്തിക്കാനുള്ള ഒരു കഴിവ്. പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ് അല്ലേ? Then അവരുടെ ലാംഗ്വേജ് ഓക്കെ, റെസ്പെക്ട്. ദെൻ ലാംഗ്വേജ് ഫിസിക്കൽ അപ്പിയറൻസ്. പിന്നെന്താണ്? ഹൈജീൻ. ഗുഡ് ക്യാരക്ടർ. ഓക്കെ, ദെൻ ഹൈജീൻ. എന്തോ? സോറി. ഹൈജീൻ. ഹൈജീൻ. ഷെയറിങ് ഷെയറിംഗ് മെന്റാലിറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. ഫിസിക്കൽ അപ്പിയറൻസ്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഓക്കെ നികിത, കുറച്ച് ലേറ്റ് ആയി. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. വെരി ഗുഡ്. ചിൽഡ്രൻ ആൻഡ് ഫാമിലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നികിത. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഹൗ ക്യാൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അഫക്ട് എ ചൈൽഡ്സ് ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ. ഇത് ഏത് യൂണിറ്റ് ആണ് മാഡം? എന്തോ? ഏത് യൂണിറ്റിലാണ്? യൂണിറ്റ് 8 ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ, യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞ. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ. മാഡം ഏഴാമത്തെ യൂണിറ്റ് എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ ബാലൻസ് ആണോ? യൂണിറ്റ് 7 എടുത്തത് ഞാനല്ലല്ലോ. ഞാനിപ്പോ ഈ ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്തത് യൂണിറ്റ് 8 ആണ്, ചൈൽഡ് വെൽഫെയർ ആണ്. യൂണിറ്റ് 7 ഐ തിങ്ക് അശ്വതി മാം ആണ് തോന്നുന്നു എടുത്തിട്ടത്. ആണോ? അതെ, അശ്വതി മാം. ഓക്കെ ഓക്കെ. ഞാൻ എടുക്കുന്നത് ചൈൽഡ് വെൽഫെയർ. മാം, ആ ചൈൽഡ് വെൽഫെയറിന്റെ ബാക്കിയാണോ ഇത്? അതിന്റെ ബാക്കി തന്നെയാണോ ഇത്? ഹലോ, എന്തോ? മാം, ഇത് 8 യൂണിറ്റിന്റെ ബാലൻസ് അല്ലേ? അതെ അതെ അതെ, 8 യൂണിറ്റിന്റെ ബാലൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ചിൽഡ്രൻ ആൻഡ് ഫാമിലി. അപ്പൊ നമ്മൾ കുറെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെസ്പോൺസിബിലിറ്റി ഒക്കെ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ് അല്ലേ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ലവ്. വെരി ഗുഡ് ശ്രുതി. എനി അതർ പോയിന്റ്? വളർന്നു വരുന്ന ചുറ്റുപാടുകളിൽ നിന്ന് കുട്ടികള് എന്തോ സുജാത? റെസ്പെക്ടിങ് അതേഴ്സ്. റെസ്പെക്ടിങ് അതേഴ്സ്. അപ്പൊ വളർന്നു വരുന്ന ചുറ്റുപാടുകളിൽ നിന്ന് കുട്ടികൾ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? മാം, we can share our joys and sorrow in our family. അതെ അതെ, We can share with our ചെയ്യാൻ parents. പഠിക്കുന്നത് അല്ലേ? സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഷെയർ ചെയ്യാൻ പഠിക്കുന്നത് ഫസ്റ്റ് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ് അല്ലേ? From the family. Yes. പ്രിയ, എന്താ ജാൻസി? ഓക്കെ ഓക്കെ Okay. ഓക്കെ. എന്തായിരുന്നു പ്രിയ? സോഷ്യൽ പ്രോബ്ലംസിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഫാമിലി എന്നാണ്. അതെ, ഡെയിലി ഹാബിറ്റ്സ് അതെ. ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ പഠിക്കുന്നതും എല്ലാത്തരം ഹാബിറ്റ്സും പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ് അല്ലേ? അപ്പൊ ഒരു കുട്ടി പലതരത്തിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ? എങ്ങനെയൊക്കെയാണ് ഒരു കുട്ടി ഒരു കാര്യം പഠിക്കുന്നത്? പലതരത്തിലൂടെ അവൻ പഠിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ്? ചിലപ്പോ എക്സ്പീരിയൻസ് ചെയ്തായിരിക്കും. എന്തോ? കേട്ട് പഠിക്കും. കേട്ട് പഠിക്കും. ഗുഡ് ലിസണേഴ്സ് ആണ് അവർ. കേട്ട് പഠിക്കും. പിന്നെ കണ്ട് മനസ്സിലാക്കും കുറെ കാര്യങ്ങൾ. കണ്ട് മനസ്സിലാക്കും. ദെൻ പിന്നെ എങ്ങനെ പഠിക്കും? പരസ്പരം സഹായിക്കും. Mutual conversation, communication with കോൺവെർസേഷനിലൂടെ പഠിക്കും. അതെ, കമ്മ്യൂണിക്കേഷനിലൂടെ പഠിക്കും. ദെൻ ക്ലിയർ ആവുന്നില്ല, ബ്രേക്ക് ആവുന്നുണ്ടോ സൗണ്ട്? യെസ് മാം.
ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല മാം, ബ്രേക്ക് ആവുന്നുണ്ട്. ഉണ്ട്, മഴയുണ്ടെന്ന്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. ഇവിടെ നല്ല മഴ മഴയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നല്ല മഴ. മലപ്പുറം, തിരൂർ, മലപ്പുറം. ഓക്കേ, ഓക്കേ. പാലക്കാടും മഴയുണ്ട്. ഇത് എറണാകുളത്ത് ഞങ്ങളുടെ ഇവിടെ ആലുവയാണ് എന്റെ വീട്. ഓക്കെ, അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മഴ. നല്ല മഴക്കാരൊക്കെ ഉണ്ട്. കണ്ണൂരിൽ നല്ല ക്ലിയർ മഴയാണ്. ആണോ? ഇവിടൊക്കെ നല്ല അടിപൊളി സൗണ്ട് മഴ, ക്ലിയർ ആണോ? കാറ്റും. എന്തോ? ഇപ്പൊ ക്ലിയർ. എന്താ ഹരിത, കേട്ടില്ലായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയിണ്ട്. ഞങ്ങൾക്ക് മഴയില്ല മാഡം. ഓക്കെ, ഓക്കെ. ആൻസർ പറയാൻ വേണ്ടി ചിലർ അൺമ്യൂട്ട് ചെയ്തപ്പോഴാണ് ബ്രേക്ക് ആവുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? കേട്ട് പഠിക്കും, പിന്നെ വിഷനിലൂടെ പഠിക്കും, വിർച്വൽ കമ്മ്യൂണിക്കേഷൻ, കണ്ടു പഠിക്കും കുട്ടികൾ. പിന്നെന്താണ്? കമ്മ്യൂണിക്കേഷനിലൂടെ പഠിക്കും, പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കും, അല്ലേ? എക്സ്പീരിയൻസ് എക്സ്പ്രഷനിലൂടെ അതായത് മറ്റുള്ളവർ കാണിക്കുന്ന എക്സ്പ്രഷൻസും മാനറിസംസും ഒക്കെ കണ്ടുപിടിക്കൂല്ലേ? കണ്ടുപിടിക്കും കുട്ടികൾ, അല്ലേ? നമ്മള് ഈ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ എങ്ങനെയാണെന്ന് പറഞ്ഞ് സ്പഞ്ച് പോലെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. എല്ലാം കുട്ടികൾ അബ്സോർബ് ചെയ്യും, റൈറ്റ്? അവന് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും, കണ്ടതും കേട്ടതും അവൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം കുട്ടിയെ അബ്സോർബ് ചെയ്യും. അതിൽ അവന് റൈറ്റ് ഏതാണ് റോങ് ഏതാണെന്ന് അവന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ ചെറിയ പ്രായത്തില്? ഇല്ല ഇല്ല ഇല്ല. കുട്ടികളെല്ലാം അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? യെസ് മാം. ഇപ്പൊ കുട്ടികളുടെ വളർച്ച എങ്ങനെയൊക്കെയാണ്? ഫിസിക്കലി മാത്രമാണോ സംഭവിക്കുന്നത്? മെന്റലി, മെന്റലി, ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഒക്കെ കുട്ടികൾ ഡെവലപ്പ് ആവുന്നുണ്ട്, അല്ലേ? Spiritually also. Spiritually. Socially. വെരി ഗുഡ്. സോഷ്യലി, ദെൻ Spiritually. സ്പിരിച്വലി. ഇതൊക്കെ എവിടെ നിന്നാണ് ഇതിനുള്ള ഫാമിലീസ്, അതിലിപ്പോ ബ്രേക്ക് ആവുന്നുണ്ട് പറയുന്നത്. കേൾക്കുന്നില്ല. സോറി. ചിലർ മെസ്സേജ് കേൾക്കുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? നല്ല ക്ലിയർ ആണ്. റെജിക്ക് കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ പേര് വിളിക്കാം. ഐ വിൽ കോൾ യുവർ നെയിംസ്. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ. ഞാൻ പേര് വിളിക്കാം. എല്ലാരും കൂടി അൺമ്യൂട്ട് ചെയ്യല്ലേ. ഓക്കെ. അതെ, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് കുട്ടികൾ ഡെവലപ്പ് ആവുന്നത്? ഇന്റലക്ച്വലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ അവർ ഡെവലപ്പ് ആവുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഒരു ലാർജ് ബിൽഡിംഗ് പണിയുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ എങ്ങനെ ആയിരിക്കണം? ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം, അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മാത്രമല്ലേ ലാസ്റ്റ് ചെയ്യുള്ളൂ? ഫാമിലി, എന്താ ചിറ്റില്ല? ഫാമിലി നിന്ന്. ഓക്കെ, സ്ട്രോങ് ആയ ഒരു ബിൽഡിംഗ്, ഫൗണ്ടേഷൻ ഉള്ള ഒരു ബിൽഡിംഗ് മാത്രമാണ് ഇൻ ഫ്യൂച്ചറിൽ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ, അല്ലേ? അതെ. അതുപോലെ കുട്ടികളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ദെയർ? കുട്ടികളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? തെറ്റിലേക്ക് പോകും. ഓക്കെ, ഞാൻ പേര് വിളിക്കാം. ഐ വിൽ കോൾ യുവർ നെയിം. അഞ്ജിത പറയൂ. കുട്ടികളുടെ ഫൗണ്ടേഷൻ എന്തുകൊണ്ടാണ് സ്ട്രോങ് ആയിരിക്കണം? എന്തോ? കുട്ടികൾ വഴിതെറ്റിപ്പോകും. സോറി, ശരിയായ രീതിക്കുള്ള വളർച്ചയായിരിക്കില്ല, വഴിതെറ്റി വേറെ ചീത്ത കാര്യങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഹസീന. കുട്ടികളുടെ ഫാമിലിയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കണേന്ന് ഫസ്റ്റ് പറയാം. അതെ, നമ്മളെ കണ്ടാണ് ഇമിറ്റേറ്റ് ചെയ്താ. നമ്മൾ റോൾ മോഡലാണെന്നൊക്കെ പറഞ്ഞിരുന്നു, അല്ലേ? ഫസ്റ്റത്തെ ടീച്ചർ റോൾ മോഡൽ നമ്മളാണ്, അല്ലേ? ഫസ്റ്റത്തെ ടീച്ചർ നമ്മുടെ മദറാണെന്ന് പറയണം.
അതെ. ഓക്കെ ഹസന. സ്ക്രീൻ കാണുന്നില്ല മാം. എന്തോ സ്ക്രീന് കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലാന്നോ? കാണാലോ. കാണുന്നുണ്ടല്ലോ. റീജോയിൻ ചെയ്തു. കാണാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിന്റെ വളർച്ചയെ അതെ വളർച്ചയെ അവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും. അതെ വെരി ഗുഡ്. അവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും. ദെൻ ഏതൊക്കെ രീതിയിലായിരിക്കാം ബാധിക്കുന്നത്? ബിഹേവിയർ, മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. മെന്റൽ ഹെൽത്തിനെ ബാധിക്കാം. ദെൻ ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തിനെ, കോൺഫിഡൻസിനെ ബാധിക്കും. കുട്ടികളുടെ കോൺഫിഡൻസിനെ ബാധിക്കും. വെരി ഗുഡ്. സ്റ്റഡീസ്, അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റഡീനെ ബാധിക്കും. ദെൻ സ്മാർട്ട്നെസ്സിനെ ബാധിക്കും. കോൺസെൻട്രേഷനെ ബാധിക്കാം. ദെൻ അപ്പൊ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. എന്തോ ജാൻസി? ക്യാരി ഓൺ ജാൻസി. Future, it will affect their future life. ഫ്യൂച്ചർ ലൈഫ് അഫക്ട് ചെയ്യും. ഓക്കെ വെരി ഗുഡ്. ദെൻ കോൺഫിഡൻസിനെ ബാധിക്കും. കോൺഫിഡൻസ് ഡിക്രീസ് ആവും. എന്തോ? കോൺഫിഡൻസ് ഡിക്രീസ് ആവും. കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ആരോ ഷെയർ ചെയ്ത് ചൊട്ടയിലെ ശീലം ചുടല വരെ അല്ലേ? സംതിങ് ലൈക്ക് ദാറ്റ് പ്രോവർബ് ഈസ് ദേർ. ഓക്കെ കേട്ടിട്ടില്ല അങ്ങനെ? ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. യെസ് മാം. സുഹാനത്ത് മാം, സുഹാനത്ത്. എന്തായിരുന്നു? ഹാബിറ്റോ? സുഹാനത്ത് സുഹാന. ഹസ്ബൻഡിന്റെ ഇമെയിൽ ID ആണ്. നമ്മുടെ ചൊട്ടയിലുള്ള നമ്മുടെ സ്വഭാവശീലങ്ങളായിരിക്കുമല്ലോ നമുക്ക് വലുതാവുന്ന സമയത്ത് നമ്മുടെ കൂടെ ആദ്യം തന്നെ നമ്മളത് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരേണ്ടി വരും. നമ്മളിത് ഫൗണ്ടേഷൻ ശരിയാക്കാതെ വളർന്നിട്ട് ഒരു പകുതി ഒരു ടൈമിൽ വെച്ച് നമുക്കത് ശരിയാക്കാൻ ക്ലിയർ ആക്കാൻ പറ്റുമോ? ലക്ഷ്മി ഞാൻ പേര് വിളിക്കാം. എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഓക്കെ. കുട്ടികളുടെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യും അല്ലേ? അവരുടെ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ വർക്കിലായിക്കോട്ടെ, അവിടെ ഈവൻ ഹെൽത്തിനെ വരെ അത് അഫക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞു പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് അല്ലേ? പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ് അല്ലേ? അപ്പൊ ആ ഫൗണ്ടേഷൻ ക്ലിയർ അല്ലെങ്കിൽ സ്ട്രോങ് അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയിൽ അത് പലതരത്തില് അതിന് അഫക്ട് ചെയ്യും. അതെല്ലാം അപ്പൊ മനസ്സിലായില്ലേ? ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ ഓക്കെ മാം. ഓക്കെ. അപ്പൊ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ അവനെ ഷേപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എന്താണ് അവന്റെ വാല്യൂസ് അല്ലെങ്കിൽ സ്കിൽ എല്ലാത്തിനും സ്വാധീനം ആര് കൊടുക്കുന്നുണ്ട്? എല്ലാവരും സ്വാധീനം ചെലുത്തുന്നത് ആരാണ്? അതിന് ഫാമിലിക്ക് വലിയൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഷേപ്പ് ചെയ്യുന്നതിലായിക്കോട്ടെ, അവന്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് അവന്റെ വാല്യൂസ്, മോറൽ വാല്യൂസ്. ഓക്കെ, ഇതിലൊക്കെ ആർക്കാണ് ഏറ്റവും കൂടുതൽ പങ്കുള്ളത്? ഫാമിലിക്കാണ് അല്ലേ? ഓക്കെ ഫാമിലിക്കാണോ? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ കുട്ടികൾ എങ്ങനെ നമുക്ക് മോറൽ വാല്യൂസ് പഠിപ്പിക്കാം? ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ എങ്ങനെ വാല്യൂസ് പഠിപ്പിക്കാം? നമ്മള് ആൾക്കാരായിട്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അവർ കാണണം.
അത് കണ്ട് അവര് വലുതാവണം. പ്ലസ് നമ്മൾ എങ്ങനെ ക്യാരി ആവും, നമ്മളെ തന്നെ എങ്ങനെ നമ്മൾ ക്യാരി ചെയ്യണു, ഓരോ ഇത് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ അവര് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. സോ നമ്മൾ ആയിരിക്കണം അവർക്ക് ഒരു റോൾ മോഡൽ ആയിട്ട് വരേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ് ചേച്ചി. നമ്മള് നമ്മുടെ പാരന്റ്സിനോടും പിന്നെ മറ്റുള്ളവരോടൊക്കെ എങ്ങനെയാണോ റെസ്പെക്റ്റോട് കൂടി പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളും അതേമാതിരി പെരുമാറും. അങ്ങനെയുണ്ട്. എന്തോ ഒരു കഥകളിലൂടെ പറഞ്ഞു കൊടുക്കാം മോറൽ വാല്യൂസ്. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയ വഴിയിലൂടെ നമുക്ക് പഠിപ്പിക്കാം ഓരോ കാര്യങ്ങളും അല്ലേ? ഏതൊക്കെ രീതിയിലാണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്നത്? പാട്ട്, കഥ, ശ്രുതി പറഞ്ഞോളൂ. എങ്ങനെ കുട്ടികളെ വാല്യൂസ് പഠിപ്പിക്കാം? നല്ല നല്ല സ്റ്റോറീസിൽ കൂടെ എക്സാമ്പിൾസ് നമുക്ക് അവരെ പഠിപ്പിക്കാം. എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കാം. കുട്ടികൾക്ക് നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഗിവിംഗ് ദം സം റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാം. എന്തൊക്കെയാവാം? ചെറിയ ചെറിയ വർക്ക് കൊടുക്കാം. എന്തോ? സോറി, കേട്ടില്ലായിരുന്നു. ചെറിയ ചെറിയ വർക്ക് കൊടുത്തിട്ട് ചെറിയ ചെറിയ വർക്ക്. എന്തൊക്കെ വർക്ക് കൊടുക്കാം കുട്ടികൾക്ക്? ഞാൻ ചെയ്യാറുള്ളത്, ഞാൻ എങ്ങനെയാണോ ഉണ്ണീനെ നോക്കുന്നത് അതുപോലെ നീയും ഉണ്ണീനെ നോക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ അവൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കാറ്. ഓക്കെ സുജി. രാവിലെ കുട്ടികള് എണീക്കുമ്പോ തന്നെ അവരുടെ ബെഡ് മേക്ക് ചെയ്യാൻ ആദ്യം തന്നെ പറയാം. ബെഡ് മേക്കിംഗ് പഠിപ്പിക്കാം കുട്ടികളെ അല്ലേ? വെരി ഗുഡ് സുജാത. ഓരോരോ തിങ്സ് എവിടേക്ക് പ്ലേസ് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് പറഞ്ഞു. ഫസ്റ്റ് ടൈം കുട്ടികൾ ചെയ്യോ? നേരത്തെ സുജാത പറഞ്ഞിട്ട് ബെഡ് മേക്ക് ചെയ്യാനായിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈം കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും അത്? എല്ലാ കുട്ടികൾക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും? നമ്മൾ കൂടെ നിന്ന് ചെയ്യണം, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ജോലികൾ അവരെയും ബെഡ് മേക്കിങ്ങില് ചെയ്യാൻ, അവരുടെ പുതപ്പ് മടക്കാനൊക്കെ ആദ്യം പറയാ. വൃത്തിയായില്ലെങ്കിലും ചീത്ത പറയാതെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിക്കുക. അപ്പൊ അവരെന്ത് ചെയ്താലും നമ്മൾ അവർക്ക് ഒരു അപ്ലോസ് കൊടുക്കാം. നന്നായിട്ടുണ്ട്, നന്നായി ചെയ്തു, വെരി ഗുഡ് എന്ന് പറയുമ്പോ അവർക്ക് അതൊരു ഇതാണ്, ചെയ്യാം. ഇനി ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ച അമ്മ ഒന്നും കൂടി നമ്മളെ ഇതാക്കുമല്ലോ, അവർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് വരും. വെരി ഗുഡ്, വെരി ഗുഡ്. ഹൈജീൻ പഠിപ്പിക്കാം മിസ്സേ. വീട്ടിൽ നിന്ന് ഹൈജീൻ പഠിപ്പിക്കാം. ഹൈജീൻ പഠിപ്പിക്കാം. ഒക്കെ അതേപോലെ എടുത്തു വെക്കാനും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എന്റെ മക്കളെ കൊണ്ട് ഞാൻ കളി കഴിഞ്ഞാല് അതൊക്കെ എടുത്തു വെപ്പിക്കും. ടോയ്സ് തിരികെ വെക്കാനായിട്ടല്ലേ? ആദ്യമൊക്കെ പരത്തിട്ടിട്ടാ പോയിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒക്കെ കഴിഞ്ഞാല് അതുപോലെ എടുത്ത് സ്ഥലത്ത് തന്നെ കൊടുത്തു വെക്കും. പറഞ്ഞു കൊടുത്ത കാരണം ഇപ്പൊ അതുപോലെ ചെയ്യും. അതുപോലെ പുറത്തു പോയി ചെരുപ്പൊക്കെ ചപ്പൽസ് ഒക്കെ റാക്കിലോട്ട് എടുത്തു വെക്കാനൊക്കെ പറയാം. കറക്റ്റ് അവിടെ തന്നെ കൊടുത്തു വെക്കും. സ്കൂളിൽ വന്നാല് അതെടുത്ത് കൈ പിടിച്ചിട്ട് അത് വെക്കേണ്ട സ്ഥലത്ത് കൊടുത്തു വെക്കും. വേസ്റ്റ് ബിന്നില് കറക്റ്റ് ആയിട്ട് വേസ്റ്റ് ബിന്നിൽ ഇടാൻ പഠിപ്പിക്കാം. അവരനുസരിക്കോ? ഫസ്റ്റ് ടൈം അവരോട് തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് വീട്ടില്? നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോ അവരൊപ്പം നമ്മളും ചെയ്യണം. എടുക്കുമ്പോ നമ്മള് ഒപ്പം കളിക്കണമൊക്കെ അവരെ കൂട്ടത്തിൽ തന്നെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞാലാണ് അവർ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് ചെയ്യുന്നു പറഞ്ഞാൽ അവർ ചെയ്യില്ല അല്ലേ? ഒപ്പം നമ്മൾ ഇരുന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്താല് അതുപോലെ ചെയ്യും. ഇപ്പൊ ബെഡ് മുടക്കണമെങ്കിലും ഫസ്റ്റ് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവരത് പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ കുറേശ്ശെ ശരിയായില്ലെങ്കിലും അത് ചെയ്യും അവര്. പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അവര് ചെയ്യും അല്ലേ? അതെ. രാവിലെ എണീക്കുമ്പോളെ പ്രെയർ നടത്താൻ വേണ്ടി ശീലിപ്പിക്കണം. എന്റെ മോക്ക് 2 വയസ്സേ ഉള്ളൂ. അവൾ ആദ്യം എണീക്കുന്നതിനെ പോയി പ്രെയർ നടത്തും. വെരി ഗുഡ്, വെരി ഗുഡ്.
എന്റെ മോളെ ഞാൻ കറക്റ്റ് ആയിട്ട് വേസ്റ്റ് ഇടാൻ പഠിപ്പിച്ചിരുന്നു. അപ്പൊ എന്തെങ്കിലും പൊട്ടി കഴിഞ്ഞാല് ഇതൊക്കെ ആയി കഴിഞ്ഞാൽ കറക്റ്റ് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടും. 2 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അതുപോലെ തന്നെ അവളുടെ ഗോൾഡിന്റെ വളയായിരുന്നു, അത് പൊട്ടി. അത് പൊട്ടിയപ്പോ വേഗം മേടിച്ചിട്ട് വേസ്റ്റിൽ കൊണ്ടിടുകയാണ് ചെയ്തത്. അവരത്രയും കറക്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ ഓക്കെ. Then anybody? എന്റെ ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 6 വയസ്സുണ്ട്. രണ്ടുപേരും ചെറുപ്പത്തിൽ മോളൊരു LKG UKG തൊട്ട് ഈ പറഞ്ഞ പോലെ രാവിലെ എണീറ്റ് ഞാൻ ചെയ്യുന്ന കണ്ട് പഠിച്ചതാ മാം. ബെഡ് വിരിച്ച് അവളെ കൊണ്ട് ചെയ്യുന്ന പണിയൊക്കെ അവൾ ചെയ്യും, പറ്റുന്ന പണിയൊക്കെ അവൾ ചെയ്യും. ഇപ്പം അടിച്ചു വരാൻ കൂടും, തുണിയൊക്കെ മടക്കി വെക്കാൻ കറക്റ്റായിട്ട് കൂടും, അലക്കി വെച്ച തുണികളൊക്കെ അങ്ങനെയെല്ലാം നല്ല നീറ്റാണ് അവളിപ്പോൾ. 8 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ ചെറുപ്പം മുതലേ അത് ചെയ്ത് വന്നിട്ട് ചെയ്യുന്ന കണ്ടു പഠിച്ചതാ മാം. അങ്ങനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും കുട്ടികൾ അല്ലേ? പിന്നെ കുട്ടികൾ എപ്പോഴും നമ്മുടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അത് വൃത്തിയാവൂല. അവര് പറയുമ്പോ ചെയ്തത് വൃത്തിയായിട്ടില്ല, ഞാൻ ചെയ്തോണ്ട് പറഞ്ഞിട്ട് അവര് പിന്നെ എടുത്ത് തുടക്കും അവര്. ഹലോ. അതെ, മോൾക്കേ അവള് തന്നെ ചെയ്ത് അവളുടെ താഴെ ഉണ്ണികളുണ്ട്. അപ്പൊ അവൾ തന്നെ എന്നും ചെയ്ത് വെക്കേഷൻ ആയിപ്പോ അവൾക്ക് അതങ്ങട് ഓട്ടോമാറ്റിക്കായി അതങ്ങട് ഇതായി പോയി. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അവളറിയോ ഞാൻ ചെയ്തോണ്ട് ഉമ്മച്ചി ചെയ്യാന്ന് കണ്ടോ, അടുക്കളയിൽ നിന്നാ മതി എന്ന് പറയും. അപ്പൊ അതപ്പോ നമ്മ വന്ന് നോക്കി കഴിയുമ്പോ റാക്കുകളും എല്ലാതും ഷോക്കേഴ്സും ഡ്രസ്സുകളും ബെഡും ഒക്കെ കറക്റ്റ് വിരിച്ച്, പിന്നെ ആദ്യം അവരെ പഠിപ്പിക്കണേ എണീറ്റ് വരുമ്പോള് ബെഡായാലും കിടന്നതായാലും മടക്കി ആദ്യം അവരെ പഠിപ്പിക്കും. അത് അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നല്ലൊരു ഇത് അവർക്ക് അല്ലെ? അങ്ങനല്ലേ പേരെന്താ? മോളുടെ പേര് ദിയായിഷ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ദെൻ താങ്ക് യു. ഇവിടെ എന്റെ മോള് ഇപ്പൊ ഞാനിപ്പോ പാത്രമൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഇങ്ങനെ കൂടെ വന്ന് നിൽക്കും. എന്നിട്ട് കഴുകി വെക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഓരോന്നും ഓരോ സ്ഥാനത്ത് കൊണ്ട് വെക്കും. അപ്പൊ ഞാൻ പറയും, കണ്ടോ ഇത് മോള് വന്ന് ചെയ്തത് കൊണ്ടാണ് എന്റെ ജോലി തീർന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും കുറെ നേരം കൂടി ഇരിക്കേണ്ടി വന്നേനെന്ന് പറയും. ഇപ്പം എപ്പോ കഴുകിയാലും വന്ന് പെട്ടെന്ന് തന്നെ എടുത്തത് ഓരോ സ്ഥാനത്ത് ഞാൻ പറയാതെ തന്നെ കൊണ്ടുവയ്ക്കും. വെരി വെരി ഗുഡ്. എനിക്ക് 2 കുട്ടികളാണ്. കുട്ടികൾ ചെയ്യുന്നത് കണ്ട് ചെറിയ കുട്ടികളും പഠിക്കും അല്ലേ? അതെ മാഡം. 2 കുട്ടികളുണ്ട്. 3 വയസ്സ് 1.5 വയസ്സുള്ള 2 കുട്ടികൾ. അതില് ഈ 2 പേരും കൂടി ചേർന്നിട്ട് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുവാണെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് ഹാളിൽ ഇരുന്ന് എന്തെങ്കിലും കളിക്കും. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോ വിളക്ക് തേക്കാൻ പോവാണെങ്കിൽ ഒരാൾ ചന്ദനത്തിരി കുത്തുന്നത് കഴുകി കൊടുക്കുമ്പോൾ അത് കൊണ്ടുവയ്ക്കും, അടുത്ത ആള് താലം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് കഴുകിയത് കൊണ്ടങ്ങ് വെക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്റെ കൂടെ നടന്ന് ചെയ്യും. 2 പേരും 1.5 വയസ്സ് 3 വയസ്സുള്ള ആള്. പിന്നെ 3 വയസ്സുള്ള കുട്ടി അംഗനവാടിയിൽ പോകുന്നുണ്ട്. അപ്പൊ കുഞ്ഞിന് ചെറിയൊരു അസുഖമുണ്ട്, നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ആഹാരവും പുറത്തുനിന്നുള്ള ഫുഡ് ഒന്നും കഴിച്ചുകൂടാ. നമ്മൾ വീട്ടിൽ ഉപ്പില്ലാതെ ഉണ്ടാക്കുന്നത് മാത്രമേ അവന് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അംഗനവാടി വിടുന്നുണ്ട്. ഇപ്പൊ അവര് പ്രത്യേകം കഞ്ഞിയൊക്കെ ഉപ്പില്ലാതെ എടുത്ത് കൊടുക്കും. വൈകിട്ട് ഉപ്പുമാവ് കഴിക്കുമ്പോൾ മറ്റു കുട്ടികളെല്ലാം കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കല്, വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കും. അത് ഉപ്പുമാവ് അവർക്ക് അങ്ങനെ ഉപ്പില്ലാതെ എടുക്കാൻ പറ്റില്ലല്ലോ, എണ്ണയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞ് അംഗനവാടിക്ക് അകത്തിരിക്കും. അത് കൊണ്ടുവന്ന് ആദ്യമായിട്ട് അവനെ ഒന്ന് കാണിച്ചപ്പോഴേ അവൻ പറഞ്ഞ് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ അവനെ അകത്ത് ഇരുത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് പുറത്തിരുന്ന് കൊടുക്കും. അന്നേരം നോക്കാനോ ഒന്നും പോകൂല. പിന്നെ ഞാൻ ചെല്ലുമ്പോ ഇങ്ങ് വരും. അതുപോലെ തന്നെ ഇപ്പൊ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ലഡു മുട്ടായി ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കുഞ്ഞിന് കിട്ടുന്നത് ബാഗിൽ വെച്ച് കൊണ്ടുവന്നിട്ട് എന്റെ ഇളയാളിന് കൊടുക്കാനെന്നും പറഞ്ഞ് വൈകിട്ട് വരുമ്പോഴേ എടുത്ത് എന്റെ കയ്യിൽ തരും, വാവയ്ക്ക് കൊടുക്കാമേന്നും പറഞ്ഞ്. മോന്റെ പേരെന്താ? ആർണവ്. ഇളയാളിന് 1.5 വയസ്സ്, ആദിക്ക്. ഓക്കെ ഓക്കെ. പിന്നെ മാം ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സ്കൂളിൽ പോകുമ്പോ തുടങ്ങി അവരോട് പറയും, ഇപ്പൊ സ്കൂളിൽ ആര് എന്ത് ചോക്ലേറ്റ് തന്നാലും അത് വേണ്ടാന്ന് ഫസ്റ്റ് പറയാം. ഇൻ കേസ് അവർ നിർബന്ധിക്കുകയാണെങ്കിൽ വാങ്ങിച്ച് പോക്കറ്റിലിടാൻ, കഴിക്കരുത്. വീട്ടിൽ വന്നിട്ട് അമ്മയെ കാണിച്ചിട്ട് അമ്മയുടെ മുന്നിൽ വെച്ച് നീ കഴിച്ചോ കുഴപ്പമില്ല. കാരണം ഇപ്പൊ നമ്മൾ പല കേസുകളും കേൾക്കുന്നതാണ്, ഇങ്ങനെ മിഠായി ഇല്ലെങ്കിൽ എന്താണെങ്കിലും എന്ത് ഇഷ്ടമാണ് അവർ നമ്മളെ നോട്ട് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ കഴിച്ച് കുട്ടികളെ കൊണ്ടുപോകുന്നതുണ്ടല്ലോ. അപ്പൊ ഞാൻ ചെയ്യുന്ന അവര് അതേപോലെ ഇപ്പൊ മോൻ pre-KG പോകുന്നുള്ളൂ, അവനടക്കം കൊണ്ടുവരും. ചിലപ്പോ പോക്കറ്റിലിട്ട് കൊണ്ടുവരും, അമ്മയുടെ മിഠായി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ.
നമ്മൾ അത്ര റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കേണ്ട ആവശ്യമുണ്ടോ? ക്ലാസ് റൂമിൽ കുട്ടികൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണ്ടേ? അവർക്കൊരു ഹാപ്പിനെസ് അല്ലേ അത്? ആണ് മാം. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോഴും സൊസൈറ്റീനെ അത്രയ്ക്ക് അങ്ങനെ ഫുള്ളി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മിക്ക കേസുകളും കേൾക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ സ്കൂളിൽ ക്ലാസ് റൂമിൽ ക്ലാസ് ടീച്ചർ വരുന്നത് കഴിച്ചോ കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പുറമേ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ടെന്ന് പറയാ. പിന്നെ ഇൻ കേസ് അവര് നിർബന്ധിക്കുകയാണെങ്കിൽ വാങ്ങിച്ച് പോക്കറ്റിൽ ഇട്ടോ ഓക്കെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അത് കഴിക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ. എനിബഡി? എനിക്ക് 5 വയസ്സുള്ള മോളുണ്ട്. അവള് ഇതുപോലെ ഞാൻ അലക്കുമ്പോ അവളുടെ കുഞ്ഞു കുഞ്ഞു ടവല് അതൊക്കെ അവള് തന്നെയാണ്. അമ്മ എനിക്ക് സോപ്പിട്ടതാ, ഞാൻ അലക്കാന്ന് പറയും. അപ്പൊ ഞാൻ സോപ്പിട്ട് കൊടുക്കും. അവള് തന്നെ അലക്കി വെള്ളത്തിൽ ഊരി പിഴിഞ്ഞ് തന്നെ ഇടും. പിന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത് പപ്പയുടെ കൂടെ ആയാലും അമ്മൂമ്മയുടെ കൂടെ ആയാലും ആരുടെ കൂടെ ആയാലും പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്നോട് പറയാണ്ട് പോവില്ല കേട്ടോ. ഇപ്പൊ അമ്മ ഞാൻ അപ്പയുടെ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ എന്ന് വന്ന് പറയും. എന്റെ മോന് 10 വയസ്സായി മാം. അപ്പോ ഞാൻ പണ്ട് തൊട്ടേ ഇപ്പൊ അവന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും എനിക്ക് ആ ശീലം കുറച്ച് കുറവായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ അയലൊക്കെക്കാരാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് തരുമ്പോ ആ സമയത്ത് ആരാണോ വീട്ടിലില്ലാത്തവർക്ക് വേണ്ടി ഒരു പങ്കെടുത്ത് മാറ്റി വെക്കാനായിട്ട് ഞാനല്ല ഗ്രാൻഡ് പാരന്റ്സ് ശീലിപ്പിച്ചത് കണ്ട് ഞാനും ഇപ്പൊ അതിന് നിർബന്ധം കൊടുത്ത് അവനിപ്പോ ആ ഒരു ശീലം അപ്പൊ അത് വളരെ കുട്ടികൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് അവനുണ്ട്. അപ്പൊ അത് നല്ലതാന്ന് തോന്നണം ആ ശീലം. വെരി ഗുഡ് വെരി ഗുഡ്. മാം, എന്തോ എന്റെ മോൾക്ക് 2 വയസ്സാണ്. അവളിപ്പോ അരുണിക. അവള് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം എടുത്ത് അവിടെ വെച്ചിട്ട് വേറെ എന്തിനെങ്കിലും വിളിക്കുമ്പോ പോവുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ടേ പിന്നെ പോവുള്ളൂ. ഇപ്പൊ പുറത്തേക്ക് പോവുകയാണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് വരാം അങ്ങനെ പറയുള്ളൂ. വെരി ഗുഡ്. ഓക്കെ. ഓക്കെ. പറഞ്ഞോളൂ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ 7 പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരു ഫസ്റ്റ് തുടങ്ങിയ ഒരു കൊച്ചിരുന്ന അവൻ ശക്തി എന്നാ വിളിക്കണേ. അവൻ എന്ന് പറയുമ്പോ അവന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോ കളിയാണ്. പക്ഷെ എന്നാലും അവൻ വീട്ടിൽ നിന്ന് വെച്ച കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. അതായത് ഇവിടെ വന്ന് ഷെയർ ചെയ്യും, സ്കൂളിൽ വന്ന് ഷെയർ ചെയ്യും. അവൻ ബാത്റൂമിൽ പോവുകയാണെങ്കിൽ ചോദിച്ചിട്ട് പോവുള്ളൂ. അത് പോരാ, ചില കുട്ടികൾ ബാത്റൂമിൽ പോയ കൈ കഴുകൂലല്ലോ, നേരെ തിരിച്ചു പോരും. ഇത് അവൻ വന്ന് ബാക്കിയുള്ള പിള്ളേരോട് പറയും അങ്ങനെയല്ല, ഇതിങ്ങനെയാ, കൈ കഴുകണമെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളത്തില്ലെന്ന് പറയുകയാണെങ്കിൽ അതും ഇവിടെ എന്ന് പറയും, ചേച്ചി ദേവന്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളൂല, നന്നായിട്ട് പഠിപ്പിക്കുക, നന്നായിട്ട് എഴുത് ചേച്ചി. അല്ലെങ്കിൽ അവരോട് പറയും, എന്നോട് പറഞ്ഞ പോലെ അവനോട് പറയും, ദേവ നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ്, അത് എന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതാണ്. എല്ലാം വീട്ടിൽ നിന്ന് പഠിപ്പിച്ച ഒരു രീതി വന്ന എല്ലാ ബാക്കി പിള്ളേരോടും കൂടെ പറയും. അവന്റെ പ്രായത്തിലുള്ള പിള്ളേരോട് പറയുമ്പോൾ മറ്റുള്ളവരും അത് ആക്ട് ചെയ്യുന്നു. അത് ആക്ട് ചെയ്യുന്ന കാണുമ്പോ ഒരു ഇതാണ്, അവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും കൂടെ അല്ലേ. അതെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെ കുട്ടികളെ മോറൽ വാല്യൂസ് പഠിപ്പിക്കാം, റെസ്പോൺസിബിലിറ്റീസ്. എന്തോ സൗമ്യ? എന്റെ മോന്റെ ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. മോനാണെങ്കിൽ മോളും ഉണ്ട് മോനും ഉണ്ട്. മോളേല് മോനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എടുക്കുകയും ചെയ്യുന്നത്. സപ്പോർട്ടാണ്. എനിക്ക് ഒരുപാട് ജോലി എന്റെ കൂടെ സ്വയം ചെയ്യാൻ പഠിച്ചതാണോ അല്ലെങ്കിൽ അമ്മയെ കണ്ടിട്ട് പഠിച്ചതാണോ? അമ്മയെ കണ്ടു പഠിച്ചത്. അതെ, കുട്ടി എന്ന് പറഞ്ഞു നമ്മളല്ലേ. അതെ, എല്ലാം അതുപോലെ ചെയ്യും. ഒരു ദിവസം കൂട്ടുകെട്ടും ഉണ്ടെങ്കിലും ഒന്നിനകത്തും പോയി ഒന്നും ചാടാതെ എല്ലാം അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കണമെന്നുള്ളത് എൻ്റെ കുഞ്ഞിനെ അറിയാം. എൻ്റെ മോനെ അതുപോലെ ഒരു പൊന്നുമോനെ കിട്ടത്തില്ല കേട്ടോ. അതുപോലെ അവൻ നോക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യും. താങ്ക് യു. നിജില്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താ സംസാരിച്ചത്? മോറൽ വാല്യൂസ് എങ്ങനെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഗിവിംഗ് ദം സം റെസ്പോൺസിബിലിറ്റി. ചിലപ്പോൾ ടേബിൾ ക്ലീൻ ആക്കാൻ, ചെറിയ കുട്ടികൾക്കൊക്കെ ടേബിൾ ക്ലീൻ ആക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ സിക്ക് ആണെങ്കിൽ അവരെ ഒന്ന് കെയർ ചെയ്യാൻ പറയാം അല്ലേ? പല കാര്യത്തിലും നമുക്ക് എന്തോ ചെയ്യാം, ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കാം. അങ്ങനെ ഫാമിലിയിൽ നിന്ന് ക്ലിയർ ആവുന്നില്ല ദിയ.
അതിൽ കുറെ സീഡ്സ് ഉണ്ട്. ചുവന്നത്, ഉരുണ്ടത്, പച്ചയും ഞാൻ കഴിക്കും. സലാഡിലിടും. ചുവന്നത്, ഉരുണ്ടത് സലാഡിലിടും. എല്ലാവർക്കും ക്ലിയർ ആണോ ദിയ പറയുന്നത്? ഇല്ല, ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. വെള്ളത്തിലുള്ള ഒരു വെജിറ്റബിളാ? ആലോചിച്ച് പറയൂ. ഇതൊരു വെജിറ്റബിളാ? വെജിറ്റബിൾ വെള്ളത്തിലുള്ളതാ? വെള്ളം അത് കടിച്ചാൽ വെള്ളം അവിടെ ടി വി എന്തോ ഓണാണ്, ഡോക്യുമെന്റ്സ് ഓണാണ്, വല്ല ഡിസ്റ്റർബ് സൗണ്ട് വരുന്നു. ക്ലിയർ ആവുന്നില്ല. ദിയ ക്ലിയർ ആവുന്നില്ല. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു മോറൽ വാല്യൂസ് ഫാമിലിയിൽ നിന്ന് തന്നെ കുട്ടികൾ പഠിക്കാവുന്ന അല്ലെ? പഠിക്കേണ്ടത് ഫാമിലിയിൽ നിന്നാണ് അല്ലെ? നമ്മൾ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് പറഞ്ഞു കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ആരൊക്കെയായിരുന്നു ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിരുന്നത്? പേര് ഞാൻ വിട്ടുപോയി. ആക്ഷൻ സോങ് മാം ഞാൻ ചെയ്യാം. എന്താ പേര്? നസീമ? സിഹത്ത്. ഓക്കെ. 1 മിനിറ്റ് ട്ടാ. വേറെ ആരെങ്കിലും ഉണ്ടോ? മാം ഇത് റെക്കോർഡിൽ എഴുതേണ്ടതാണോ ആക്ഷൻ സോങ് ഒക്കെ? അല്ലല്ല, നിങ്ങൾക്ക് ഇത് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ. ഇപ്പൊ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ ഫസ്റ്റ് ടൈം ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ അവരെ നമുക്ക് കാമാക്കാം. ആക്ഷൻ സോങ് നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഓൾറെഡി ഉള്ള ആക്ഷൻ സോങ് എടുത്താൽ? കുഴപ്പമില്ല. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് അല്ലെ? ഓക്കെ. കുട്ടികൾ എങ്ങനെ കാമാക്കി ഇരുത്താം, അതാണ് നിങ്ങളുടെ എയിം ക്ലാസ്സിൽ ചെല്ലുമ്പോ. ഓക്കെ, എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം. ഓക്കെ നസീമ. ഫോൺ വെക്കാനൊരു സ്ഥലം നോക്കട്ടെ. ക്ലിയർ ആവുന്നില്ല മാം? ക്ലിയർ ആണോ? ഓക്കെ. Two little hands go clap, clap, clap. Two little legs go tap, tap, tap. Two little eyes are open wide. One little head goes side to side, side to side. ഞാൻ ഈ മോനിക്ക് പഠിച്ചിരുന്നതാണ് റൈംസ്. വെരി ഗുഡ്. നന്നായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു. എന്റെ ചെറിയ കുഞ്ഞ് താഴ്ത്തിരുന്ന് കളിക്കുന്നുണ്ട്, അതാണ് ഞാനൊരു ഇടയ്ക്കൊരു 9 മാസമായിട്ടുള്ള മോൾക്ക്. ആണോ? വേറെ ആരെങ്കിലും ഉണ്ടോ? യെസ് മാം, ഞാൻ റെഡിയാണ്. ആരാണ്? സിജി. ഓക്കെ. മാം നമ്മള് സ്വന്തമായിട്ട് എഴുതുന്നില്ലല്ലോ, നമ്മൾ ഓൾറെഡി ഒരിത് കണ്ടതാണ്, അത് പഠിച്ചു വെച്ചിരിക്കുന്നതാണ്, മക്കൾക്ക് ഇഷ്ടമാണത്. ഞാൻ ഇരുന്നിട്ട് പറയാം. One finger, turn, turn, turn. Turn it to a worm. Crawl, crawl, crawl. Two finger, turn, turn, turn. Turn into a bunny. Hop, hop, hop. Three finger, turn, turn, turn. Turn into a whisker. Four finger, turn, turn, turn. Turn into a butterfly. Flutter, flutter. Five finger, turn, turn, turn. Turn into a... Sorry ma'am, last മറന്നുപോയി. Yes, turn into a dinosaur. Roar. ലാസ്റ്റ് ആകുമ്പോഴേക്കും അവരാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കത് മിസ്സായി. വെരി ഗുഡ്. എത്ര ഉള്ളു മാം? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ആരാണ്? നെക്സ്റ്റ് ക്ലാസ്സില് ഞാൻ ചെയ്യാം.
ശ്രുതി. ഓക്കെ. മാം ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം എന്റെ കുഞ്ഞിന് 1 ഇയർ ആയിട്ടുള്ളൂ. അവള് ഉറങ്ങുന്ന ടൈമിൽ ക്ലാസ് കയറാൻ പറ്റത്തുള്ളൂ. ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. ഓക്കെ, വെരി ഗുഡ് ശ്രുതി. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മാം മാം ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് നമ്മള് റെക്കോർഡിലാണോ ചെയ്യേണ്ടത്? ആ ചാപ്റ്റർ എടുത്തത് ആരായിരുന്നു? ജിഷ മാം. മിസ് നോട്ടിൽ നോട്ടിലോ അല്ലെങ്കിൽ ചാർട്ടിലോ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ജിഷ മാമിനോട് ചോദിക്കോട്ടോ, എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് ഡീറ്റെയിൽസ്. ഓക്കെ, അറിയാവുന്ന ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോട്ടോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ടോപ്പിക്, ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽത്തി ഹാബിറ്റ്സ് നമ്മൾ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണെന്ന്, ഫാമിലിയിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഹെൽത്തി ഹാബിറ്റ്സ്? സോറി, ഓക്കെ. അപ്പോ എന്തൊക്കെ ഹെൽത്തി ഹാബിറ്റ്സ് ആണ് നമ്മൾ ഫാമിലിയിൽ നിന്ന് പഠിക്കുന്നത്? ഹാൻഡ് വാഷ് ചെയ്യണം, ബ്രഷ് ചെയ്യണം, ടേബിൾ മാനർ. വെരി ഗുഡ്. ടേബിൾ മാനേഴ്സ് പഠിക്കണം അല്ലേ? ഡെന്റൽ ഹൈജീൻ നമ്മൾ പഠിക്കണം. ടോയ്ലറ്റ് ഹാബിറ്റ്. സൗണ്ട് കുറവാണ്. റെസ്പെക്ട് എൽഡേഴ്സ്. ഗുഡ് ബിഹേവിയർ, നന്നായിട്ട് പെരുമാറാൻ പഠിക്കണം മറ്റുള്ളവരുടെ അടുത്ത്. ഞാൻ പറയുന്നതാണോ കേൾക്കാത്തത്? സൗണ്ട് കുറവാണെന്ന് പറഞ്ഞത്? കുറച്ച് സൗണ്ട് കുറവാണ്, കുറച്ച് ദൂരെ നിന്ന് പറയണ പോലെ. ആണോ? പറയൂ, എന്തൊക്കെയാണ് ഹെൽത്തി ഹാബിറ്റ്സ്? നമ്മൾ ഫാമിലിയിൽ നിന്നും പഠിക്കേണ്ട ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? നേരത്തെ എഴുന്നേൽക്കാൻ പഠിക്കും. ബ്രഷ് ചെയ്യാൻ പഠിക്കണം. രണ്ടു നേരം കുളിക്കാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, കുട്ടികൾ ഇതൊക്കെ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ടവൽ യൂസ് ചെയ്യണം. വെരി ഗുഡ്. അതെ, നഖം വെട്ടണം. ഞാൻ പേര് വിളിക്കാം. ക്ലിയർ ആവുന്നു. എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്തപ്പോൾ ക്ലിയർ ആവുന്നില്ല. ഞാൻ പേര് വിളിക്കാം. ഓക്കെ, ഹരിത, കണ്ടിന്യൂ. Washing hands before and after eating food. അതെ, വെരി ഗുഡ്. Then അൽഫോൺസ. Trim their nails, ma'am. അതെ. Then nail trim ചെയ്യണം. Then comb your hair. എന്തോ? സ്ലീപ്പിംഗ് റൂട്ടീൻ. കുട്ടികൾക്ക് ഒരു സ്ലീപ്പിംഗ് റൂട്ടീൻ ഉണ്ടായിരിക്കണം അല്ലേ? Comb hair. Then drink lot of water. Healthy diet. Water. ഫുഡ് വേസ്റ്റ് ആക്കാതെ കഴിക്കാനായിട്ട്. വെജിറ്റബിൾസ് കഴിക്കാൻ അല്ലേ? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. വീട്ടിൽ ഡ്രസ് ചെയ്യാൻ പഠിപ്പിക്കണം. ഷെയറിംഗ് ഫുഡ്. കുടിക്കേണ്ടേ നമ്മളെ വീട്ടിൽ നിന്നുള്ള നല്ല വെള്ളം മാത്രം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്യുക. പുറത്തുനിന്ന് വെള്ളം കുട്ടികൾ എത്ര കഴിച്ചാലും കുടിക്കരുതെന്ന് പറയാ. വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തു വിടുക. ഇതൊക്കെ നല്ലതാണ്. കുട്ടികളോട് തണുത്ത വെള്ളം കുടിക്കരുത് പറഞ്ഞാൽ കുട്ടികൾ കേൾക്കോ? ഇല്ല. കേൾക്കാറുണ്ട്. ഇപ്പൊ ശീലമായിട്ടുണ്ട് അങ്ങനെ. അപ്പൊ നമ്മൾ ഒരുപാട് അസുഖങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തു വിടും. പറഞ്ഞു കുട്ടികളെ മനസ്സിലാക്കി ദോഷങ്ങള് വരും. ത്രോട്ടിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. മോനെപ്പോഴും നക്ക് കടിക്കും. ഓക്കെ, എത്ര പറഞ്ഞാലും ആ കുട്ടി കേൾക്കില്ല. ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു.
നഖം കടിച്ചാലുണ്ടാകുന്ന എന്തൊക്കെ ദോഷങ്ങളാണെന്ന്. അതിനുശേഷം ആ കുട്ടി കടിച്ചിട്ടേ ഇല്ലെന്നാ പറഞ്ഞത് ആ ക്ലാസ്സിൽ. ഒരു കുട്ടി ഒരു അമ്മ ഷെയർ ചെയ്തതായിരുന്നു. ഫുഡൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്യാതെ അതിന്റെ മൂല്യത്തെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഫുഡ് കിട്ടാത്ത കുട്ടികളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടം മാതിരി ഉണ്ട് അല്ലേ? അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ ഒന്നും കാണിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് അത് ഇമ്പോർട്ടൻസ് മനസ്സിലാവും അല്ലേ? ഫുഡ് കിട്ടാത്ത എത്ര കുട്ടികളുണ്ടെന്ന് അല്ലേ? പിന്നെ കൈകളൊക്കെ കഴുകാതെ ഫുഡ് കഴിച്ചാല് നമ്മളുടെ കയ്യിലൊക്കെ എത്രത്തോളം സൂക്ഷ്മ ജീവികൾ ഉണ്ടെന്നുള്ളതൊക്കെ വീഡിയോ ഉണ്ട്. അതൊക്കെ കാണിച്ചാല് കുട്ടികൾക്ക് ഒരു അങ്ങനെ ചെയ്യാൻ തോന്നില്ല. മൊബൈൽ അഡിക്ഷന്റെ വാരി വലിച്ചിട്ട് കഴിക്കുന്ന കുട്ടികളില്ലേ? ഫുഡ് വാരി വലിച്ചിട്ട് സ്ക്രീൻ ടൈം കഴിക്കുന്ന കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? സ്ക്രീൻ ടൈം, ലിമിറ്റ് സ്ക്രീൻ ടൈം. ഈ വാരി വലിച്ച് കഴിക്കുന്ന സ്വഭാവം മാറ്റിയിട്ട് നല്ല സ്വഭാവമാക്കുക. വാരി വലിച്ച് കഴിക്കുന്ന സ്വഭാവം ഇല്ലേ കുട്ടികൾക്ക്? വാരിയിടുന്നതോ? വാരി വലിച്ച് കഴിക്കില്ലേ കുട്ടികൾ? ചില ആൾക്കാർ അത്തപ്പൂക്കളൊക്കെ പോലെ ആ സ്വഭാവം മാറ്റിയിട്ട് ടേബിൾ മാനേഴ്സ്. ഓക്കെ. ന്യൂട്രിയൻസും പ്രോട്ടീൻസും അടങ്ങിയ ഫുഡ് കഴിക്കണം. എന്തോ ഹരിത? ന്യൂട്രിയൻസ് ആൻഡ് പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് കഴിക്കാനായിട്ട്. ഓക്കെ ഓക്കെ. അത് ഇമ്പോർട്ടൻസ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലേ? ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യാം. കൂടുതൽ ഇഷ്ടം ജങ്ക് ഫുഡ് അവോയ്ഡ് എന്ത് ചെയ്യാൻ ഫുഡ് കഴിക്കുകയാണെങ്കിലും ച്യൂ ചെയ്ത് കഴിക്കാനായിട്ട് പഠിപ്പിക്കണം. രമ്യ, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യാൻ അവരെ ശീലിപ്പിക്കുക. അതെ. എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയാം. വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി സ്നാക്സ് കൊടുക്കാം കുട്ടികൾക്ക് അല്ലേ? ഡിസ്കസ് ചെയ്യാത്ത പോയിന്റ് പറയും, ഷെയർ ചെയ്യും. മാം, ഫുഡൊക്കെ ച്യൂ ചെയ്ത് കഴിക്കാനായിട്ട് പഠിപ്പിക്കണം. അല്ലാതെ വെറുതെ അങ്ങ് സ്വോളോ ചെയ്യുന്ന സ്വഭാവം കാണിക്കുമ്പോൾ അങ്ങ് വാരി വലിച്ച് കഴിക്കും. അപ്പൊ നമ്മൾ ച്യൂ ചെയ്ത് കഴിച്ചാലാണ് അതിന്റെ ഫുൾ എഫക്ട് നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കും. ടോയ്ലറ്റ് പഠിപ്പിക്കണം. നല്ലതായിട്ട് പോയിട്ട് വന്ന് കൈ കഴുകണം എന്നുള്ളത്. കുട്ടികളെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഹലോ മാം. അഭിജിത്ത്. മാം അഭിജിത്ത് അല്ല, മഹേശ്വരിയാണ്. റണ്ണിങ് നോസ് ക്ലീനാക്കി പോവാനായിട്ട് പഠിപ്പിക്കണം കുട്ടികളെ. റണ്ണിങ് നോസ് വരുമല്ലോ കുട്ടികൾക്ക്. കർച്ചീഫ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ റെഗുലർ ആയിട്ട് ടോയ്ലറ്റ് ഹാബിറ്റ്സ്. ഹലോ മാം, ഞാൻ ലെഫ്റ്റ് ആവട്ടെ, നല്ല ഇടിയും മഴയും. ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. ഹെൽപ്പിംഗ് ആൻഡ് പ്രിയ എന്താ പറഞ്ഞു? പ്രിയ, എന്ത് ഫുഡ് കഴിച്ചാലും അവരെ വായ ക്ലീൻ ആക്കാൻ ഇപ്പോഴും പ്രേരിപ്പിക്കുക. അതെ, സ്നാക്സ് ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും ഒക്കെ അല്ലേ? അതന്നെ. ടൈമിന് ഫുഡ് കൊടുക്കുക, ടൈമിന് പുറത്ത് പോയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചതിന് ശേഷം മാത്രം വന്ന ഉടനെ കുളിക്കാൻ പറയാം. വരുന്നത് തന്നെ കുളിച്ചതിന് ശേഷം മാത്രം ഫുഡ് കൊടുക്കുക. എന്റെ മക്കൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കുഞ്ഞിലേ മുതൽ ശീലിപ്പിച്ച കാരണം അവരിപ്പോ സ്കൂളിൽ വിട്ട് വന്നാലും നേരിട്ടിട്ട് ബാത്റൂമിൽ കയറി കുളിച്ച് പുറത്തേക്ക് പിന്നെ കാണുള്ളൂ ആളുകളെ. 3 പേരും അങ്ങനെ തന്നെയാണ്. കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ്ഫുൾ ആണ് അല്ലേ? പിന്നെ നമുക്ക് അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല, അവര് തനിയെ ചെയ്തോളൂ അതൊക്കെ. നമ്മൾ അങ്ങനെ വന്ന ഉടനെ ആദ്യം നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നു. ഇപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല. പക്ഷെ ചെറിയ ആൾക്ക് ലേശം മടിയാണ്. 1-2 പേര് കുളിച്ച് വന്ന ഒരു ലേശം, എന്നാലും കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുള്ളൂ. നല്ല വിശപ്പ് ഉണ്ടായിരിക്കുമല്ലോ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്, 5 മണി 5:30 സമയത്തൊക്കെ എത്തുമ്പോൾ. അപ്പൊ എന്തായാലും കുളിച്ചിട്ടേ കഴിക്കാൻ കൊടുക്കുള്ളൂ എന്ന് അവർക്കറിയാം. അപ്പൊ നിർബന്ധമായിട്ടും പോയ ഉടനെ അവരുടെ ഡ്രസ്സൊക്കെ അവര് വാഷ് ചെയ്യേണ്ടടുത്ത് ഇട്ടിട്ട് കുളിച്ച് വന്നിട്ടേ ഫുഡ് കഴിക്കും. അതിപ്പോ ഒരു ശീലമായിട്ടുണ്ട്. റെഗുലറായിട്ട് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഫുഡ് കഴിച്ചിട്ട്. ഇപ്പൊ എന്റെ മോന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു LKG ടൈമിലൊക്കെ ഇപ്പൊ തലേന്ന് ലഞ്ച് ആണെങ്കിൽ ഒരു കറക്റ്റ് ടൈമിൽ കഴിച്ച് എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഈസി ആയിട്ട് അവർക്ക് അങ്ങനെ ഒരു റുട്ടീൻ ഇതാക്കി എടുക്കണം. അതെ, ചെറുപ്പത്തിൽ ആ റുട്ടീൻ ഫോളോ ചെയ്യിപ്പിക്കണം കുട്ടികളെ. അതെ.
ഫുഡ് ടൈമിന് മാം കഴിക്കുക പിന്നെ ഞാൻ ഉറങ്ങുന്നതും ഒരേപോലെ തന്നെ ഒരു ടൈമിന് ആക്കി കഴിഞ്ഞാല് അവർക്ക് ഉറക്കം ഇതായി നിൽക്കില്ല. ഉറങ്ങിയില്ലെങ്കിൽ അവർക്ക് പല പല ബുദ്ധിമുട്ടുകളും ഉണർന്നു അതെ കഴിഞ്ഞാൽ അതെ ഉണ്ടാവും അവർക്ക്. മാം ഞാൻ ചെയ്യാറുള്ളത് ഇപ്പൊ വല്ല റിലേറ്റീവ്സ് എന്താ സിജി? അല്ല റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ വരുമ്പോ അവര് ചിലപ്പോ വല്ല മണിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പൊ അത് സേവ് ചെയ്യാനായിട്ട് ഞാൻ ഒരു പിങ്കി പോങ്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് സേവ് ചെയ്യും അവര്. ഈവൻ ആരെങ്കിലും 1 രൂപയാണെങ്കിൽ 2 രൂപയാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ സേവിങ് അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എവിടെയെങ്കിലും ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ഓടി വന്ന് എടുത്ത് താമേ അതിലിടാന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു സേവിങ്ങിന്റെ ഒരു ഇത് പഠിപ്പിക്കുന്നുണ്ട്. സേവിങ്, അതെ അതെ. റെസ്പെക്ട് എൽഡേഴ്സ്. സേവിങ്സ് കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കേണ്ടതാണ് കേട്ടോ, എല്ലാ പാരന്റ്സും. ഞാനും അതെ. അവൾക്കൊരു കുടുക്ക മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കിട്ടണ പൈസയൊക്കെ അവള് അതിൽ ചെറിയൊരു കുടുക്ക മേടിച്ചു കൊടുത്ത് കുട്ടികളോട് പറഞ്ഞാൽ മതി അല്ലേ? അതെ അതെ അവള് എവിടെ അങ്ങനെ പൈസ ചെയ്യണേ. കണ്ടാലും എവിടെ ക്യാഷ് കണ്ടാലും അവർ അത് ആദ്യം എടുത്തിട്ട് അതിലിടും. ഇവിടെ അങ്ങനെയാണ്. അതന്നെ. അപ്പ വന്നു കഴിഞ്ഞാൽ അപ്പയുടെ ചില്ലറ പൈസയൊക്കെ എടുത്ത് അതിൽ കൊണ്ടുപോയി ഇടും. അതെ അതെ. ക്യാഷ് അപ്രിസിയേഷൻ പഠിപ്പിക്കുക. അപ്രിസിയേഷൻ പഠിപ്പിക്കുക. നല്ലത് കണ്ടാ നല്ലതാന്ന് പറയാ, ചീത്ത കണ്ട ചീത്ത. ഓക്കെ, നോ പ്രോബ്ലം. എന്തോ കേട്ടില്ലായിരുന്നു. അപ്രിസിയേഷൻ പഠിപ്പിക്കുക. നല്ലത് കണ്ട നല്ലതാണെന്ന് പറയാൻ പഠിപ്പിക്കുക, ചീത്ത കണ്ട ചീത്തയാണ്. ഇവിടെ നല്ല ഇടിവാളുണ്ട്. ഞാന് നമ്മൾ ഇന്ന് ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞോളൂ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഒപ്പീനിയൻ ഷെയർ ചെയ്തോളൂ. എന്തൊക്കെയാണ് ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കേണ്ടത്? ഭക്ഷണം കഴിക്കുമ്പോൾ TV കണ്ടോണ്ടോ ഫോൺ കണ്ടോണ്ടോ കഴിക്കാൻ പാടില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം കഴിക്കുന്നതിന്റെ അളവ് അവർ അറിയുന്നില്ല. അവർ വയററിയാതെ കഴിക്കുകയും പിന്നെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പല ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ കഴിക്കും അല്ലേ? ഫുഡ് കഴിക്കുള്ളൂ. അത് എപ്പോഴും, കാരണം വെച്ചാൽ കുറച്ച് സമയം അവർക്ക് TV കാണാൻ കിട്ടുള്ളൂ സ്കൂളുള്ള സമയത്തൊക്കെ. അപ്പൊ അത് ഫുഡ് കഴിക്കുമ്പോ കാണും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എഴുതാനും വായിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ചെലവാക്കുമ്പോ പിന്നെ ഇരുന്നോട്ടെ എന്ന് ഞാനും വിചാരിക്കും. പിന്നെ ഒരുപാട് ടൈം അങ്ങനെ കഴിക്കില്ലല്ലോ. കുറച്ച് സമയമല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ വൈകിട്ട് സ്കൂൾ വിട്ട് വന്ന കാരണം. അപ്പൊ പിന്നെ ഇവിടെ ഞാന് ഫുഡ് ഇതുപോലെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും കുഞ്ഞു വെച്ച് ഓടി ചെന്ന് ടിവിയുടെ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ട് റെഡി ആയിട്ട് വന്നിട്ട് കൈയൊക്കെ കഴുകിയിട്ട്. അത് കാരണം ടിവിയുടെ പ്രശ്നം വരുന്നില്ല. TV അവോയ്ഡ് ചെയ്ത് തന്നെ ഭയങ്കര സുഖമാണ് ഇപ്പൊ. അതെ അതെ. നമുക്ക് ഏത് ചാനൽ ന്യൂസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്ത് വേണമെങ്കിലും കാണാം. കാർട്ടൂൺസ് ഇപ്പൊ ഫുൾ സ്റ്റോപ്പായി. അത് കാരണം എൻകറേജ് ചെയ്യാ കുട്ടികളല്ലേ? അത് നമ്മളിപ്പോ ക്രിക്കറ്റ് കളിയോ അല്ലെങ്കിൽ ഫുട്ബോളിന്റെ കളി IPL ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ആളവിടെ ഇരുന്ന് കണ്ടോളും. അപ്പൊ അത് കാരണം പ്രശ്നമില്ല. കാർട്ടൂൺസ് തന്നെ വേണമെന്ന് ചോദിക്കുന്നേ ഇല്ല ഇപ്പൊ. ഓക്കെ ഓക്കെ. ദെൻ അമ്പിളി. ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കാലോ. വെരി ഗുഡ്. ഇത് പഠിപ്പിച്ചിരിക്കണം മസ്റ്റ് ആയിട്ടല്ലേ? ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് കുട്ടികളെ പഠിപ്പിക്കണം. ഓക്കെ. ദെൻ സോറിയും താങ്ക്സും പറയാൻ പഠിപ്പിക്കുക. സോറി താങ്ക്സ് പറയാൻ പഠിപ്പിക്കണം. ദെൻ ഫുഡ് പോലെ തന്നെ വാട്ടറും വെള്ളവും നന്നായിട്ട് കുടിക്കാനും, പിന്നെ പുറമേ നിന്നുള്ള ജങ്ക് ഫുഡ്സ് അതിൽ പെടുന്ന ഈ സ്പ്രിന്റ് അങ്ങനത്തെ ഒരു ശീലം ഒഴിവാക്കുക. വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് കഴിപ്പിക്കുക കുട്ടികളെ കൊണ്ട്. കുട്ടികൾ ഒത്തിരി പുറകോട്ടാണ് വെജിറ്റബിൾ കഴിക്കാനായിട്ട്. ഇലക്കറികളൊക്കെ കുട്ടികൾക്ക്, ഇവിടെ എന്റെ മോള് കഴിക്കൂലായിരുന്നു ഇലക്കറി. അപ്പം ഞാൻ പറയും മുടി വളരും, ചീര കഴിച്ചാൽ മുടി വളരും, സുന്ദരിയാവും, അങ്ങനെയൊക്കെ പറയുമ്പോ അങ്ങനെ. അതുകൊണ്ട് ഇപ്പൊ അത് ഇഷ്ടപ്പെട്ട് കഴിച്ച് അതിനോട് ഇഷ്ടമായി. അതുകൊണ്ട് കഴിക്കും. അങ്ങനെ കുറച്ച് സോപ്പൊക്കെ ഇട്ട് നമ്മള് 5 വയസ്സ് 6 വയസ്സൊക്കെ തൊട്ട് മസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പച്ചക്കറികളൊക്കെ കഴിപ്പിക്കണേ. ഞാനിവിടെ അതിനു വേണ്ടിട്ട് ചെറുതായിട്ട് ഒരു കിച്ചൺ ഗാർഡൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ
ഞാനിവിടെ ചെറുതായിട്ട് ഒരു കിച്ചൺ ഗാർഡൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതില് വരുന്ന അവരെ കൊണ്ട് തന്നെ വിത്തൊക്കെ ഇടിയിച്ച് വലുതായി കഴിയുമ്പോ മോള് നട്ടതല്ലേ, മോൻ നട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചീര, വെണ്ടയ്ക്ക എല്ലാം വൈകുന്നേരം നനയ്ക്കുമ്പോ പറിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നാലെ പാത്രം പിടിച്ച് വരും. അപ്പൊ പറയും ഞാൻ പച്ചക്കറിയാണെന്ന് പറഞ്ഞിട്ട് തരും കഴിക്കാനൊക്കെ ആയിട്ട്. ഇത് എന്റെ പച്ചക്കറിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക്യും സോറിയും ഒക്കെ പറയാൻ പഠിപ്പിക്കണം. തെറ്റ് ചെയ്താൽ സോറി പറയാനും എന്തെങ്കിലും കിട്ടിയാൽ താങ്ക്സ് പറയാനും പഠിപ്പിക്കണം. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം കുട്ടികളല്ലേ? സിബ്ലിങ്സ് ആയാലും അവരെന്തെങ്കിലും ചെയ്യുന്നതിന് പെർമിഷൻ ചോദിക്കാൻ പഠിപ്പിക്കണം. പുറത്തേക്ക് റൂമിന് വെരി ഗുഡ്, വെരി ഗുഡ് രമ്യ. എന്ത് കിട്ടിയാലും സിബ്ലിങ്സ് ആയിട്ട് ഷെയർ ചെയ്ത് കഴിക്കാൻ പഠിപ്പിക്കണം. അതെ, ഷെയർ ചെയ്യാൻ പഠിപ്പിക്കാം. ഇപ്പൊ വീട്ടിൽ വീട്ടിൽ തന്നെ ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങളുണ്ട്, ബിസ്ക്കറ്റ് ആണെങ്കിലും എന്തെടുക്കാനാണെങ്കിലും അമ്മ ഞാൻ എടുത്തോട്ടെ എന്ന് ഒന്ന് ചോദിക്കും. ഞാൻ പറയും മോന്റെ വീട്ടിൽ പോയി എടുത്തോ എന്നും ഞാൻ പറയുന്നു. എന്നാലും അവള് വന്ന് ചോദിക്കും, ഞാൻ ബിസ്ക്കറ്റ് എടുത്തോട്ടെ വിശക്കുന്നിട്ട്. പിന്നെ മാം ഗ്രാൻഡ് പാരന്റ്സിനെ കെയർ ചെയ്യാനും അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ പറഞ്ഞു കൊടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ നമിത, ഉറങ്ങുന്നതിന് മുൻപും രാവിലെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഓക്കെ നമിത. ഒരു വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുമ്പോ നന്നായിട്ട് പെരുമാറാൻ പഠിക്കുക. അവരെ ക്ഷണിക്കാനും ഇരുത്താനും, നമ്മളില്ലാത്ത സമയത്താണെങ്കിലും നന്നായിട്ട് പെരുമാറാനും ഒക്കെ എന്റെ മക്കള് ചെയ്യാറുണ്ട്. ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഇരുന്നോളൂന്ന് പറഞ്ഞിട്ട് ചെയറിട്ട് കൊടുക്കാനും, ഞാനില്ലാത്ത സമയത്ത് മോള് 12 വയസ്സായിട്ടുള്ളൂ, ചായയൊക്കെ ഉണ്ടാക്കി കൊടുന്നു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. റീഡിംഗ് ഹാബിറ്റ്സ് ഉണ്ടോ കുട്ടികൾക്ക്? റീഡിംഗ് ഹാബിറ്റ്സ് ഉണ്ട്, പക്ഷെ കുറവാണ്. വീട്ടിലെ സ്കൂളിലെ ബുക്സും ഒക്കെയാണ് കൂടുതലും വായിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ കഥകളും കാര്യങ്ങളും ആയിരിക്കുള്ളൂ. നമ്മുടെ ആ കാലത്തുള്ള ഒരു റീഡിംഗ് ഹാബിറ്റ്സ് ഒന്നും ഇപ്പൊ ഇല്ല, കുറവാണ്. കുട്ടികളെ വളർത്തിയെടുക്കാം. സ്ട്രേഞ്ചേഴ്സിനോട് അകന്ന് നിന്ന് പെരുമാറാൻ അവരുടെ ബർത്ത്ഡേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യാം. അതെ, ബുക്സ് ഗിഫ്റ്റ് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ തന്നെ നമ്മുടെ പേരൻസ് എന്റെ മോൾക്ക് ഇതുപോലെയാണ് ബുക്സ് ഒക്കെ കൊടുക്കുന്നത്. പിന്നെ എന്റെ മദറിൻലോ എന്താണ് ഇതുപോലെ നന്നായി റീഡ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആളുടെ കയ്യിൽ കുറെ ബുക്ക് കളക്ഷൻ ഉണ്ട്. അപ്പൊ ആളൊക്കെ എടുത്ത് മോൾക്ക് കൊടുക്കും. മോളിപ്പോ 10ലാണ്. അപ്പൊ അവളെല്ലാം നമ്മുടെ ആടുജീവിതമൊക്കെ സിനിമ ആവുന്നതിന് മുമ്പേ അവള് ബുക്ക് വായിച്ച ആളാണ്. അപ്പൊ അത് കാരണം അവള് പറഞ്ഞു ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്, എനിക്ക് ഇനി സിനിമ കാണണ്ടെന്ന് പറഞ്ഞു അവള്. ലക്ഷ്മി. പിന്നെ ഫ്രണ്ട്സിന്റെയോ ടീച്ചേഴ്സിന്റെയോ ഒക്കെ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ തനിയെ ഒരു വിഷിംഗ് കാർഡ് എഴുതി അവരുടേതായ വേർഡ്സ് ഒക്കെ എഴുതി അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ന്യൂസ് പേപ്പർ റീഡ് ചെയ്യിപ്പിക്കാൻ ഡെയിലി. വീട്ടില് ഗസ്റ്റ് വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പഠിപ്പിക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ റിയാക്ട് ചെയ്യാൻ പഠിപ്പിക്കാലോ. അതായത് ഈ ഇടയ്ക്ക് ന്യൂസ് ഒരു പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുപോയപ്പോ അനിയനല്ലേ അതിന് റിയാക്ട് ചെയ്ത്, അതുപോലെ റിയാക്ട് ചെയ്യാൻ പഠിപ്പിക്കുക. കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ച് റിയാക്ട് ചെയ്യാൻ പഠിപ്പിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഫാമിലിയോടൊത്ത് കുറച്ച് സമയം ഇപ്പൊ അതാണല്ലോ മാം ഇല്ലാത്തെ. ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാൻ കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കണ്ടേ? ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലേ? മാം അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും ഫുൾ ഫാമിലി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒന്ന് കുറച്ച് സംസാരിക്കണം അന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ. മാം അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ പേരൻസ് സംസാരിക്കുമ്പോഴേ മക്കളുടെ മുന്നിൽ വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളോ അവരെ കുറ്റം പറയുന്ന അങ്ങനെയുള്ള ക്യാരക്ടർ നമ്മൾ സംസാരിക്കരുത്. കാരണം ഞാനിവിടെ സാധാരണ ചിലരിൽ കണ്ടുവരുന്ന കൊച്ചു പിള്ളേര് വലിയവരെന്ത് സംസാരിക്കുന്നുവോ അത് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി അല്ലെങ്കിൽ കുറവശവരായി ബ്ലെയിം ചെയ്ത് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ആ പിള്ളേരും അതുപോലെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതെ. അപ്പം മറ്റുള്ളവരോട് ചെറുപ്പത്തിലെ തന്നെ അങ്ങനെ ബിഹേവ് ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. മിസ് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പഠിപ്പിക്കാറ്. അതായത്
മൂത്തവര് അല്ല മീൻസ് ആരെങ്കിലും സംസാരിക്കുന്ന ഇടയിൽ ഇടയ്ക്ക് കയറി പെർമിഷൻ ചോദിച്ചിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുക. പിന്നെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ഒപ്പീനിയൻ ചോദിക്കുക. അല്ലെങ്കിൽ അവര് വീട്ടില് ഒരു ഒറ്റയ്ക്കായി പോയി എന്ന് ഫീൽ ആവും. അതാണ് ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ അവർ ഒപ്പീനിയൻ ചോദിക്കുക. ഈവൻ ഒരു ഡ്രസ് എടുക്കുമ്പോ പോലും നമുക്ക് ചോദിക്കാം അല്ലേ? അവർ ഒപ്പീനിയൻ ടീച്ചർ ചോദിച്ച് അതുപോലെ മനസ്സിലാക്കുക. ടീച്ചർ അതുപോലെ മുഖത്ത് നോക്കി സംസാരിക്കാൻ. ചില കുട്ടികള് താഴെ നോക്കി ഒരാളോട് സംസാരിക്കുന്ന പല ദിശയിലേക്ക് നോക്കുക. അപ്പൊ അവരോട് സംസാരിക്കാൻ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിപ്പിക്കുക അല്ലേ? അതെ, മറ്റുള്ളവരെ കേൾക്കാനായിട്ട് നമ്മളെ മാത്രം അവര് കേട്ടിരുന്നാൽ പോരല്ലോ, മറ്റുള്ളവർ പറയുന്നതും കൂടെ കേട്ട് എന്നാലേ അവർക്കൊരു വാല്യൂ കൊടുക്കണ്ടെന്ന് അവർക്ക് തോന്നണമല്ലോ. അതെ, അങ്ങനെ സമൂഹത്തില് മീൻസ് വേറെ കുട്ടികളുണ്ടാവുമല്ലോ, വയ്യാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവരെയൊക്കെ കാണുമ്പോ ഒരു നെഗറ്റീവ് ഫീല് തോന്നാത്ത വിധം അവരും നമ്മുടെ ഇടയിലുള്ള ഒരു കുട്ടികളാണ്, അവരുടെ ഇടയിലുള്ള ഒരു കുട്ടികളാണെന്ന് അവർ സ്വയം ഒന്ന് മോട്ടിവേറ്റഡ് ആവുന്നത്. ഇവിടെ അങ്ങനെ ഒരു കുട്ടിയുണ്ട് കേട്ടോ, അവൻ ആദ്യം വന്നപ്പോ എല്ലാ കുട്ടികളും ആദ്യമായിട്ടൊരു അന്യഗ്രഹ ജീവിനെ കണ്ട ഒരു ഫീല് എനിക്കും തോന്നി, ഒരു ഗ്യാപ്പ് വിട്ട് അത് അവരും തോന്നി. അവരെല്ലാരും ഭയങ്കര അവന് ഇച്ചിരി ബാക്കിലേക്ക് മാറി, എനിക്ക് അവനാപ്പടെ കമ്പനി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ആ ഫീല് തോന്നാത്ത വിധം ഈക്വൽ ആയിട്ട് തന്നെ അവരുടെ ഇടയിൽ ഒരു കുട്ടിയാണെന്നൊരു തോന്നലുണ്ടാകും കുട്ടികളെ. സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക്. ഓക്കെ, തെറ്റ് ചെയ്ത അതിനെ ഒന്ന് തുറന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ട് ഒന്ന് പറയാനായിട്ടുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുക. അതെ അതെ. പിന്നെ എപ്പോഴും നമ്മള് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ നമ്മൾ കഴിക്കുന്നതിന്റെ ബാക്കിയല്ല കൊടുക്കേണ്ടത്. നമ്മൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ അവർക്കുള്ള പങ്ക് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അപ്പൊ നമുക്കത് ഒരാൾക്ക് മാറ്റി കൊടുക്കുന്ന പോലെ, ഇല്ലെങ്കിൽ നമ്മുടെ ബാക്കി കഴിക്കുന്ന പോലെ ആകും. അപ്പൊ അത് അപ്പോഴേ നമ്മൾ പറയുമ്പോ അമ്മ നമ്മൾ കഴിച്ചിട്ട് കൊടുത്താൽ പോരെ. ഇല്ല മോളെ, നമ്മൾ അവർക്കുള്ളത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ബാക്കിയാവും. അപ്പൊ അതൊരു ഇത് വരും, നമ്മൾ കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്താൽ മതി, അങ്ങനെ ഇത് വരും. എപ്പോഴും നമ്മൾ അവർക്കൊരു മുൻതൂക്കം കൊടുക്കുന്ന പോലെ നമ്മൾ അവരെ ഒന്ന് പഠിപ്പിക്കും. അതെ അതെ, വെരി ഗുഡ്. ഓപ്പൺ സ്പേസിൽ യൂറിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കണം അല്ലേ? യെസ് മാം. നമ്മൾ ഇന്ന് എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? ചെറിയൊരു ടോപ്പിക് ആയിരുന്നു. എന്തായിരുന്നു? റെസ്പോൺസിബിലിറ്റി ഇമ്പോർട്ടൻസ് അല്ലേ? ഒരു ചൈൽഡിന്റെ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ റോൾ എന്താണ്? പിന്നെ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ബിഹേവിയറില്, ഫുഡ് ഹാബിറ്റ്സില് ഇടരുന്ന കുട്ടികളെ പഠിപ്പിക്കണം അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. മോറൽ വാല്യൂസ് ടു ചിൽഡ്രൻ. മോറൽ വാല്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി ഹാബിറ്റ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇത്രയും. ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഹെൽത്തി ഹാബിറ്റ്സ് റിലേറ്റഡ് ആയിട്ട്? ഇല്ല. Drinks sufficient water to clear. So ഞാന്